ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമുക്കൊരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പി നോക്കിയാലോ? ചിക്കൻ കൊണ്ടുവന്നപ്പോൾ എനിക്ക് തോന്നിട്ടോ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങളായിട്ട് വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ഒരു പാത്രത്തിൽ കഴുകി വൃത്തിയാക്കി ചിക്കൻ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ അരമുറി ചെറുനാരകൻ്റെ നീര്, പിന്നെ അതായത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ടിട്ട് നല്ലോണം കൈ കൊണ്ട് കുഴച്ചെടുക്കട്ടോ. കൈ കൊണ്ടൊക്കെ കുഴക്കുമ്പോൾ എല്ലാ ഭാഗത്തും നല്ലോണം എത്തുകയും ചെയ്യും. അതിൻ്റെ ടേസ്റ്റ് നല്ല ചിക്കനിലേക്ക് പിടിക്കുകയും ചെയ്യും കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ അടച്ച് വെക്കാം കേട്ടോ. അടച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടില്ലല്ലോ കേട്ടോ. അപ്പം ഞാൻ വീണ്ടും പാത്രം തുറന്നിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ നല്ലോണം കഴുകിയോണ്ട് കുഴച്ച് വെച്ച ശേഷം ഒരു അരമണിക്കൂർ മാറ്റി വെക്കട്ടോ. നല്ല ടേസ്റ്റ് ആട്ടത് ബട്ടർ ചിക്കന്. നമ്മൾ നാൻ, പൊറോട്ട, പൂരി അതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ കേട്ടോ. അപ്പോൾ നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞ് ഇനി അത് ഫ്രൈ പാനിലിട്ടിട്ട് പൊരിച്ചെടുക്കട്ടോ. ബട്ടറിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചിക്കൻ വറുത്തെടുക്കുന്നത്. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ അധികം എണ്ണ എന്ത് ഫുഡ് ഉണ്ടാക്കാനും ഉപയോഗിക്കലില്ല കേട്ടോ. കാരണം ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കലുള്ളൂ. അതാ ചിക്കൻ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ബാച്ചാക്കിയിട്ട് കേട്ടോ വറുത്തെടുക്കുന്നത്. ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ അത് കോരിയെടുത്തിട്ട് അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഫുള്ള് ചിക്കൻ 2 ഭാഗം വെന്ത് കഴിയുമ്പോൾ നമുക്ക് കോരി വെക്കട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്കുള്ള ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കട്ടോ. നമ്മൾ പിന്നെ 2 സവാളയായിട്ട് എടുത്തത്. അത് ചെറുതായി അരിയൊന്നും വേണ്ട, അത്യാവശ്യം വലിയ കഷ്ണം കുഴപ്പമൊന്നുമില്ല, നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ഇതും ഞാൻ ബട്ടറിലാട്ടോ വാട്ടിയെടുക്കുന്നത്. ബട്ടർ ചിക്കൻ അല്ലേ, അപ്പോൾ ഞാൻ ബട്ടറിൽ തന്നെയാണ് വാട്ടുന്നത്. അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കട്ടോ. എന്നിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്നുകൂടി മിക്സ് ചെയ്ത ശേഷം നമുക്ക് 2 തക്കാളിയും കൂടി അരിഞ്ഞതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. 2 തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ലോണം വേവുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. പിന്നെ നല്ലോണം വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തണുത്ത് കഴിഞ്ഞതിന് ശേഷം മിക്സിയിൽ അരച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തു. നല്ലോണം ഒന്ന് മിക്സ് ആവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 10-15 അണ്ടിപ്പരിപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ബട്ടർ ചിക്കനിൽ നിർബന്ധമായിട്ടും അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതിൻ്റെ പിന്നെ ടേസ്റ്റ് നമുക്ക് കറി കൂട്ടുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പം നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു 10-12 ഉള്ളതിനെ വെച്ചിട്ട് ഇട്ടാൽ മതി. പക്ഷേ ഞാനൊരു 10-15 അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാൻ വെക്കണം കേട്ടത്. എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. ഈ പേസ്റ്റായിട്ട് നമ്മൾ ചിക്കനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാം കേട്ടോ. ഞാനിതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചത്. എന്നിട്ട് ബട്ടർ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ചട്ടി ചൂടായി കഴിയുമ്പോൾ എന്നിട്ട് അതിലേക്ക് ഈ അരച്ച് വെച്ച മിശ്രിതം ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ തക്കാളി, ഉള്ളി, അണ്ടിപ്പരിപ്പ്, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടത് അതൊന്ന് അരച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് തിള വരുമ്പോൾ നമുക്ക് വറുത്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുറച്ച് സമയം ഒന്ന് അതിലിട്ടൊന്ന് വേവിക്കണം. അപ്പം നമ്മൾ ആ മിക്സ് ചെയ്ത ചിക്കന് നല്ലോണം യോജിക്കുള്ളൂ കേട്ടോ. ഇതാ ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തു. എൻ്റെ മോളാട്ടോ ഇളക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഇടയിൽ നാനും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, അതിലേക്ക് കൂട്ടി കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ മോളെടുത്ത് പറഞ്ഞ് ഈ ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കുന്നത് എൻ്റെ മോളാണ്. അപ്പോൾ അതാ ചിക്കൻ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം ഇളക്കിയെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലൊരു പൊടി രസം ഉണ്ടാവും ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട്. അപ്പോൾ അതാണ് എൻ്റെ ടേസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ബട്ടർ ചിക്കനിലെ മെയിനായിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഫ്രഷ് ക്രീമും ഒന്ന് അണ്ടിപ്പരിപ്പിൻ്റെ ഒരു ഫ്ലേവറാട്ടോ. ഇത് രണ്ടും കൂടി ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മളെ കറിക്ക് കിട്ടുക. അപ്പോൾ അതാ ഫ്രഷ് ക്രീം ചേർത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കുക കേട്ടോ. എന്നിട്ട് ആ ചിക്കനും അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവട്ടെ. അതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ട്. ഉപ്പൊക്കെ അവനാൻ്റെ ചിലർക്ക് കുറച്ച് ഉപ്പ് മതിയാവും, കൂടുതൽ ഉപ്പ് വേണ്ടിയതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നിങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് അതിൽ കിടന്ന് കുറച്ച് സമയം ഒന്ന് തിളക്കട്ടെ കേട്ടോ. കാരണം ആ ചിക്കനിലേക്ക് ആ ഗ്രേവിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പം നല്ലോണം ഒന്ന് മിക്സ് ആയി കഴിഞ്ഞ ശേഷം നമുക്ക് ഒറിഗാനോ ഇല്ലേ, അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കട്ടോ. ചേർത്തിട്ട് എനിക്ക് തോന്നി എൻ്റെ ഫ്ലേവർ കുറച്ച് കുറവാകുമ്പോൾ ഞാൻ എന്ത് ചെയ്ത് കുറച്ചും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാ നമ്മളെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ബട്ടർ ചിക്കൻ റെഡി ആയിട്ടോ. അവസാനം നമുക്കതിൻ്റെ മേലെ
കുറച്ചും കൂടെ ഒന്ന് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ചും കൂടെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ നാനാട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ താ ഞാനാട്ട് ഉണ്ടാക്കിയത്. അതിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാം. ഫ്രഷ് നല്ല ഫ്രഷ് ക്രീമൊക്കെ ചേർത്ത ബട്ടർ ചിക്കനും നാനായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വിഭവം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണേ. ഓക്കെ, താങ്ക് യു.